Good morning to all the respected dignitaries, students, and parents. Today, we all are gathered in this digital platform to witness an auspicious event of the inaugural function of the new academic year 2020-21. Lisi College of Pharmacy warmly welcome you all to this event. Lisi Medical and Educational Institutions are at the forefront of medical education the last 4 decades. It is our mission to deliver high quality and integrated medical education to groom highly skilled and dedicated professionals. Blessings of Almighty, let's start with a silent prayer. First of all, I would like to invite Professor Dr. John Joseph, Principal, Lisi College of Pharmacy, to welcome the gathering. A warm good morning to one and all. Lisi Hospital and Lisi Medical and Educational Institutions ഡയറക്ടർ നമ്മുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുമായ റവറൻഡ് ഫാദർ ഡോക്ടർ പോൾ കരേഡൻ, ലിസി ഹോസ്പിറ്റലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായ ഫാദർ ഷാനു മുഞ്ഞേരി, റവറൻഡ് ഫാദർ ജെറി പോൾ ഞാളിയർ, റവറൻഡ് ഫാദർ ജോസഫ് മക്കോദക്കാട്, ലിസി അലൈഡ് ഹെൽത്ത് സയൻസസിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഷബീർ ഇക്ബാൽ, Lisi College of Nursing Principal Dr. Usha Mara, Lisi Pharmacy College in the faculty members, non-teaching staff, ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ലിസി കോളേജ് ഓഫ് ഫാർമസി കുടുംബത്തിലേക്ക് ഇന്ന് കാൽ വയ്ക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. Education is the most powerful weapon which you can use to change the world. പ്രസിദ്ധനായ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്, ലോകത്തെ മാറ്റിമറിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ആയുധം വിദ്യാഭ്യാസമാണ്. ഇന്ന് നമുക്കറിയാം, ലോകം പലതരത്തിലും കലുഷിതമാണ്. അത് കോവിഡ് എന്ന പാൻഡമിക്കിന്റെ ആയാലും, അക്രമങ്ങളുടെ കാര്യത്തിലാണ്, യുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും പരസ്പരം വെറുപ്പ് ഉളവാക്കിക്കൊണ്ടുള്ള പ്രവർത്തികളിലാണ് ലോകം ഇന്ന് വളരെ ഉത്കണ്ഠാജനകമായ ഒരവസ്ഥയിലാണ്. ഇതിനെ മാറ്റിമറിക്കാനായിട്ട് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസം. ലിസി കോളേജ് ഓഫ് ഫാർമസിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1977 കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടറിലെ ഫാർമസി കോളേജായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഇന്ന് 43ാമത്തെ ബാച്ച് ഡിപ്ലോമ ഇൻ ഫാർമസി പഠനം ആരംഭിക്കുകയാണ്. ബി ഫാമിന്റെ 2ാമത്തെ ബാച്ച് അവരുടെ പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്രയായ കെയർ വിത്ത് ലവ്, സ്നേഹത്തോടു കൂടിയുള്ള ശുശ്രൂഷ, അതിൽ ഭാഗമാകാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഞാൻ ആദ്യമേ തന്നെ ഈ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുത്തുകൊണ്ട് അവരുടെ കൂടെയുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെയും ഈ അവസരത്തിൽ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ലിസി ഹോസ്പിറ്റലിൽ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ലോകമെമ്പും അറിയപ്പെടുന്ന ഒരു ആതുര ശുശ്രൂഷ ആലയമാണ്. അപ്പൊ അതിന്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഏറെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. എന്നാലും
തന്റെ ചുരുങ്ങിയ കാലത്തെ ഈ കോളേജിനുമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അകമഴിഞ്ഞ് ഈ കോളേജിന് വേണ്ടിയിട്ട് സപ്പോർട്ട് നൽകുന്ന ഒരു ബഹുമാനപ്പെട്ട പോൾ കരേടൻ അച്ഛനെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. കോളേജിന്റെ ഇൻചാർജ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ബഹുമാനപ്പെട്ട ഷനു മുഞ്ചേരി അച്ഛനുണ്ട്. ഫാർമസി കോളേജിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വഴിയാണ് ഇപ്പോൾ നടത്തപ്പെടുക. ഏറെ തിരക്കുണ്ട് അദ്ദേഹത്തിന് ഇന്ന്. തീർച്ചയായിട്ടും കുറച്ചു നേരമെങ്കിലും അദ്ദേഹം നമ്മളോട് കൂടി ചെലവഴിക്കുമെന്നാണ് കരുതുന്നത്. സ്നേഹത്തോടു കൂടി ഷനു അച്ഛനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഫാർമസി കോളേജിന്റെ എല്ലാവിധ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിനായിട്ട് ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെറി പോൾ ഞാളിയൻ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്യാമ്പസിന്റെ എല്ലാ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാദർ ജോസഫ് മക്കോതക്കാട്ട് അച്ഛനുണ്ട്. അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്ക് ഇന്നൊരു നല്ല മെസ്സേജ് തരാനായിട്ട് എത്തിയിരിക്കുന്ന ഡോക്ടർ ഷബീർ ഇക്ബാൽ, ഫാർമസി കോളേജ് ഓഫ് ഫാർമസിയുടെ നെടുന്തൂണായ ഡോക്ടർ ജിനു ഐസക്, എബ്രഹാം, മറ്റ് എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫ് മെമ്പേഴ്സിനെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും തിരക്കുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഇനി വരുന്ന പ്രസംഗികരെല്ലാവരും നമ്മുടെ സ്ഥാപനത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ കോളേജിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ ഭാവങ്ങളും ഞാൻ പറഞ്ഞു. Thank you, sir. We delighted to have with us very Reverend Father Dr. Paul Karadan, Director, Lisi Medical and Educational Institutions, to deliver the inaugural address. Most respected Principal John Joseph sir, Jinu sir, Anita madam, Soji, dear Reverend Fathers, faculty members and staff, dear parents, and most beloved students. I'm so happy today to be with you to inaugurate the academic year and welcoming the new students who are joining for the D.Pharm and B.Pharm courses. I am thanking God that you were selected and now you are part of the Lisi family, especially through your studies in Pharmacy College. Being selected is a blessing, and I know for past few months amidst the pandemic you are all trying your best where to go and what to study, and now you have joined in a program which will certainly help you to find the best in you and to reach the best in your future. So thank God for the blessings that you have been elected or selected to be part of this college and part of this educational program. And I'm so happy and proud to say you have the best teachers and faculty members possible in the country. You will get to know them as you come to the classes, especially
in the virtual platform and as well as when you come to the college. They are not just teachers, they are going to be your friend, your mentors. They accompany you and they would support you. They would be like good friends and also counselors. And we know you are growing and going through a stage where you require a lot of support and help, and that would guide you to a place where you wish to go. And I'm trying my best to give you the best faculty as well as the facility. Probably one of the best college campus is going to be yours soon, as you will come to the college. You will understand. We are working so hard that the facilities that we are creating for you will help you to become the best citizens of the world. Not only just a professional as a pharmacist, but you will be a best citizens taking care of yourself and taking care of others and taking care of the country. And so you will be given the facilities to become the best in your life. And also, I am so happy that you are already chosen what would be your future. You are studying in 10th standard as well as in +2. At that time, you are moving with the crowd. You are choosing and opting what and selecting what would be the best for you. It was like a venture into the possibilities. And when you are in this stage of your life, this is the time where you create your personality development, achieving your identity. I would say identity means you are getting to know what you are and what are the facilities around you and what you can become. So there will be a lot of chances for you to understand yourself and choose what is best, and you will be able to know what you can be. So at this stage of time, you have selected what you want to be. You have understood what are your capacities. And once you have understood the capacity, now you know what you can become. So you are like focusing your life on what you want to be. And I am sure that your parents also supported you, your dear ones have supported you. Finally, you have come up with a course which is suitable for you, suitable for your future, suitable for your personality, suitable for your capacity. So I am so happy that you were able to choose this medical field as a pharmacist. Now, the selection is over. It's like a marriage. You marrying somebody, your selection is over and you start living with it. So also you are choosing a course which is best for you. And as a pharmacist, when you chose a course, that means you are marrying that course. That means you are going to be with that course and you want to be the best pharmacist in the world. So now what you have to keep in mind that you have the best focus on your future, that is as a pharmacist. So the focus should be on how you can become a good pharmacist. So that is the dream that has to come true. So you, for you, every time you have to think, how can I be a best pharmacist using the facilities given to you and the supports given to me in the college. So the focus, and I would suggest you a good example, focus like a cheetah. You know cheetah. Cheetah is the fastest animal in the planet. He can run so fast. But he is not just running behind everything. He will not run at
or the prey. He will choose which prey to be attacked and how he has to focus, stay focused and study the circumstances, and slowly take steps by step and move, focus, and run and capture. So in your future, I think you should be like cheetah. You have to slowly take steps, focus on the goal, and run towards it to get it. So that is one animal which you have to always remember is the cheetah, that you have to focus like a cheetah. Fly like an eagle. You know, eagle, it flies so high and focus the thing to be attacked from far. He's like a scanner. He scans all around and focuses on what is the best. You should have a research mind of an eagle, flying high and looking into your course and the facilities given to you and how you can come to that goal, focusing from even far. That means just not only the course, but you have to see the surroundings, your capacity, the facilities, and make the best of it. And you have to work hard as a bee or an ant. You know, Tenicha bees, they work day and night, and they work harder in a group. Ants also, they work hard. They can individually work, but they work as also group. So once they work as a group, they can achieve better. And you have a very good companions around. And I can see almost 123 already in the virtual platform. Among them, at least 120 or 100 people are going to be your companions and friends in the campus. So you have to work harder and achieve the best, being like the bee or an ant. I want to tell the students, you know, your parents have dreamt about you so much. How many years they have the dreams about you. The parents ഭയങ്കര ഡ്രീംസ് ആണ് കുട്ടികളെ കുറിച്ച്. നിങ്ങൾക്കറിയാം, മാതാപിതാക്കളോട് ഞാൻ പറയുന്നതുകൊണ്ട് ഞാൻ മലയാളത്തിലേക്ക് മാറിയത്. മാതാപിതാക്കൾ എത്രയോ വർഷമാണ് ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അധ്വാനിച്ചത്. They were having lot of sacrifices. അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളൊക്കെ മാറ്റി വെച്ച് ഈ കുട്ടികളെ ഏറ്റവും നല്ല മക്കളായി മാറണമെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്ന മാതാപിതാക്കളാണ്. I want the students to understand, let your parents' dream come true through you. നിങ്ങൾ അവരുടെ കണ്ണീര് വീഴ്ത്തരുത് മക്കളെ. മാതാപിതാക്കൾ അത്രമാത്രം നിങ്ങൾക്ക് അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ you have to be very, very faithful to your parents. നിങ്ങൾക്ക് ഇന്നത്തെ ലോകത്തിൽ മാതാപിതാക്കളെ ചീറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ സാഹചര്യങ്ങളുണ്ട്. You can go on your way. You can choose people whom you want to be with. You can choose career what you want. You can mar your life or you can build your life. The facilities are there so much in the vicinity. അതുകൊണ്ട് തകർന്ന് തരിപ്പണാകാവുന്ന കൂട്ടുകെട്ടുകളും സാഹചര്യങ്ങളും ഉള്ളിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇത്ര നാളും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ നിങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെ നിന്ന് പഠിച്ച് മാതാപിതാക്കളുടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. Now you are going to be liberated from their surroundings, the care of your parents. You are going, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ നിങ്ങൾ കടപ്പെട്ടവരായിട്ട് മാറുന്നു. You are going to be more responsible. So if you are going to be more responsible, you will go on a same platform where you feel their parents are just beside you and parents are supporting you. അതുകൊണ്ട് മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കൾ എന്തുമാത്രം അധ്വാനിച്ചാണ് നിങ്ങളെ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം, make their wishes and dream come true. നിങ്ങൾക്ക് അവരുടെ കണ്ണീര് വീഴ്ത്താതെ ഒരു നല്ലൊരു ഭാവി ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. So that is what the challenge that I am going to throw to the students. Let all the parents be proud of their children because they are working hard and they are doing good. അതുപോലത്തെ ഒരു നല്ല ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതുപോലെ തന്നെ respect your teachers. They are going to accompany you. They are going to be with you. They are going to guide you individually, understanding your differences.
our teachers are not just teachers like some other schools. They are going to personally involve with you, and they are going to accompany you in the needs, not only just on the matters of study, but as well as in every field of your life. So respect your teachers. And as you know, our college has its own discipline. The discipline is very important. Father Shanu and me very particularly will be helping the faculty to make the discipline be the best in our campus. You know, the discipline is not only just make you work in a system, but also it will help others also to study well. If you are not disciplined, it is going to destroy your life as well as those who are around you. So getting disciplined is an important thing that you will be able to grow as the best person, not as a citizen, of a person with a good personality. You have gone through the bridges. Just think about the bridges without the side rails. The side rails are not there. You are going to be very afraid traveling through a bridge, because the side rails are always a support. We can be sure that you can go even to the farthest end of the bridge. But think about a bridge which does not have the rails. You will be scared to move to the edges because you have the danger to fall off from the bridge. So also certain discipline which would be given to you in our campus is going to be a support by which we can explore the freedom to the most and be good. But when you move away from the bridges where they do not have the rails, you feel that you may be free for some time, but the dangers are just on the face. So you can fall into dangers anytime. So that's why discipline is very important. We are going to ensure that there is a very good discipline in our college campus. And I want the best for all of you. I want you to be a good pharmacist, not only a good pharmacist, a best person focusing on how you can be a best citizen of the town. And also just let me remind you, you can, the skills and the classes will make you a better pharmacist. We do not want just to be a professional pharmacist, but we want also to be a human person who can understand, consider the pains and sufferings of the people around, being part of a college run by Lissi Hospital, the Lissi Medical Institute. So make sure that you be growing in 3-4 years or 2 to 3 years in our campus will make you a better person. We will give you all the best for you. We will be able to see you in the classes later on, maybe this time only through the virtual platform, but we can meet you. We will be coming to your classes. We will be talking to you and motivating you, and we want all the best for you. And today I wish all the best to the teachers and students and the parents. All our students, be good, aim high, dream well, focus, and be the best. Thank you very much. And I declare this academic year open, and I inaugurate this year with the permission and the blessing of God. Thank you very much. God bless you. Thank you, Father, for your thoughtful words. It's my privilege to invite Reverend Father Shanu Muneli, Assistant Director, Lissi Medical and Educational Institutions, to felicitate the gathering. Hello? Hello? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, Father, it's audible. Welcome. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ വർഷത്തെ ഇനാഗുറേഷൻ ഡയറക്ടർ നിർവഹിച്ചിരിക്കുകയാണ്.
ഏറ്റവും ഈ മീറ്റിങ്ങിലെ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട പോൾ കരയർണച്ചാൻ സാറ്, മറ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, വർഷം നമ്മുടെ കോളേജിലേക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെ, അവരോടൊപ്പമായിരിക്കുന്നതാക്കളെ, നമ്മുടെ ഈ വർഷത്തെ പുതിയ ലിസ്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ നിർവഹിച്ചു. മീറ്റിംഗിലെ ഓരോ പേജ് വളരെ സംശയം തോന്നി ആ കുട്ടികളോടൊപ്പം അവരുടെ പാരൻസ് കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയേറെ കുട്ടികളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് മാതാപിതാക്കള് ഈ വിലപ്പെട്ട സമയത്ത് ആ കുട്ടികളോടൊപ്പം ഇപ്പോ ഇരുന്ന് നമ്മുടെ ഇനാഗറൽ സെക്ഷനിൽ പങ്കെടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്നത്. പ്രിയമുള്ള മാതാപിതാക്കളെ, എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികളുടെ തുടർന്നുള്ള അവരുടെ എല്ലാ പഠനത്തിന്റെ Father, please stop your video and continue. Your bandwidth is very slow. ഡിസ്കണക്ട് ആയോ എന്ന് ഡൗട്ട് ഉണ്ട്, കാണുന്നില്ല. Okay, I talked to Father. I think there is no problem with the internet, so we can proceed with the program. I have talked to him already. Thank you. Next, I would like to welcome Reverend Father Joseph Magodakatar, Assistant Director, Lizzie Hospital, who is the architect in the infrastructural development of this campus, to share the message. Please unmute. Father, please unmute. Okay. കേട്ടോ? Yes, Father. കേൾക്കുന്നോ? Welcome. Welcome. ബഹുമാനപ്പെട്ട കരടനച്ച സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട ജോൺ സാറ്, അധ്യാപക സുഹൃത്തുക്കളെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല അധ്യയന വർഷം നേരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ ഡയറക്ടർ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭാവി നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്കങ്ങനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. എല്ലാ വിഷയങ്ങളും പഠിച്ചു പോരുന്ന
എല്ലാ രംഗത്തും കൈവച്ചു പോരുന്ന രീതിയായിരുന്നു. അത് വിട്ടിട്ട് ഇപ്പോൾ സെലക്റ്റീവ് പ്രോസസ്സായി ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് വിജയിക്കാമെന്ന് പ്രതീക്ഷയുള്ള ഒരു രംഗം തിരഞ്ഞെടുത്ത് ആ രംഗത്തേക്ക് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുഴുവൻ ഹൃദയവും ബുദ്ധിയും മനസ്സും കഴിവുകളും ഇതിലുണ്ടാകും. മറ്റത് ഇഷ്ടമുള്ളതും ഇല്ലാത്തതും പഠിക്കേണ്ടി വരും, ആവശ്യമുള്ളതും ഇല്ലാത്തതും പഠിക്കേണ്ടി വരും. ഇനി ആവശ്യമുള്ളത് മാത്രം, ഇഷ്ടപ്പെട്ടത് മാത്രം, വിജയിക്കും, സമൂഹത്തിന് എനിക്ക് ഉപകാരമുണ്ടാകും എന്ന് ബോധ്യമുള്ള വിഷയങ്ങൾ മാത്രം പഠിക്കുന്നു. അപ്പോഴവിടെ നിങ്ങളുടെ 100% ഇൻപുട്ട് ഉണ്ടാകും. അതിന് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് 6000 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ലാബുകളും മറ്റ് സൗകര്യങ്ങളുമെല്ലാം പരമാവധി ഈ ചുറ്റുപാടുമുള്ള എല്ലാ സഹോദര സ്ഥാപനങ്ങളെയും അപേക്ഷിച്ച് പുതിയതായതുകൊണ്ട് അതിൻ്റെ മെച്ചം ഉണ്ടാകും. പുതുതായതുകൊണ്ട് തന്നെ അതിൻ്റെ പോരായ്മകൾ, ബാലപീഠകളും കുറേയൊക്കെ ഉണ്ടാകാം. എങ്കിലും സാധിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ ഡയറക്ടർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ താമസവും ഇവിടുത്തെ അധ്യയനമെല്ലാം സൗകര്യങ്ങൾ കൊണ്ട്, സൗകര്യങ്ങളുടെ പോരായ്മ കൊണ്ട് ഒട്ടും സഹിക്കരുത് എന്നാഗ്രഹിക്കുന്നു. നിങ്ങളുടെ അധ്യാപകരും അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ്. എല്ലാവിധ ആവശ്യങ്ങളും സമയങ്ങളിൽ പറഞ്ഞറിയിച്ച് നിവൃത്തിയെടുക്കാൻ, പൂർണ്ണമാക്കിയെടുക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ലാബുകളാണെങ്കിലും മറ്റ് സൗകര്യങ്ങളാണെങ്കിലും എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഇവിടെ നമ്മളിവിടെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയും പോരായ്മകളുണ്ടാകും. അത് ആവശ്യം വരുന്നതനുസരിച്ച് പൂർത്തിയാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ തന്നെ ഒരു കോർട്ട് നിങ്ങൾക്ക് കളിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടാക്കി വരുന്നു. അതിൻ്റെ പ്രയോജനം നിങ്ങൾക്കാണ്. ആ പ്രയോജനം നിങ്ങൾ എടുക്കണം. അധ്യാപകരുടെയും സൗകര്യങ്ങളുടെയും എല്ലാം പ്രയോജനം നിങ്ങൾ എടുത്തെങ്കിലേ അത് ഫലവത്താകൂ. അല്ലെങ്കിൽ അത് ഒരു ബിസിനസ്സായിട്ട് മാറും. ഒരു ബിസിനസ് അല്ല. നിങ്ങളുടെ നന്മയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉപകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയാണ്. ഇപ്പം എത്രമാത്രം നന്നായിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അത്രയും നന്മ സമൂഹത്തിനുണ്ടാകും. ആ ബോധ്യത്തിൽ എല്ലാം പ്രയോജനപ്പെടുത്തുക. പരിമിതികളുണ്ടാകാം, പോരായ്മകളുണ്ടാകാം. അവ അപ്പോഴപ്പോഴ് നിങ്ങളുടെ അധ്യാപകർ മാനേജ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാൻ നോക്കും. അതിനോട് സഹകരിക്കുക. ആ പോരായ്മകളോട് വിട്ടുവീഴ്ച മനോഭാവത്തോടെ പെരുമാറുക. ഇതുപോലുള്ള മറ്റ് പരിമിത സാഹചര്യങ്ങൾ ഉള്ള സ്ഥാപനങ്ങളുമുണ്ട്. അവരെയൊക്കെ സഹാനുഭൂതിയോടെ വീക്ഷിക്കാനും പുച്ഛിക്കാതെ ബഹുമാനത്തോടെ വർത്തിക്കാനും നോക്കുക. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. നല്ല താമസവും നല്ല വിദ്യാഭ്യാസവും നല്ല സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തി നല്ല ഫാർമസിസ്റ്റുകളായിട്ട് പുറത്തു വരാൻ വേണ്ട നിങ്ങളുടെ പരിശ്രമം, ദൈവത്തിൻ്റെ അനുഗ്രഹം, സർവോപരി നിങ്ങളുടെ പ്രിയപ്പെട്ട കഴിവുള്ള ഫാക്കൽറ്റിയുടെ ശുപാർശയും സഹകരണങ്ങളും ശിക്ഷണങ്ങളും എല്ലാം സ്വീകരിച്ച് നന്നായി വരിക. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. താങ്ക് യു. Thank you, Father, for your kind words. Next, I would like to call upon Dr. Shabir S. Iqbal, Principal, Lisi College of Allied Health Sciences, to share the words of wisdom. Most respected Director, Reverend Father Paul Kareden, Assistant Director, Reverend Father Joseph, Reverend Father Shamini Neely, Reverend Father Jerry Nalier, respected Principal Dr. John Joseph, Dr. Isha Marad, Dr. Chinu Isaac sir, respected faculties, non-teaching staff, parents, and dear students. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലിസി ഫാമിലിയിലേക്ക്, ലിസി കുടുംബത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം.
ഈ നമ്മൾ ഈ ഫാർമസി കോഴ്സിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും ആൾക്കാർ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ ഈ ജോയിൻ ചെയ്ത കുട്ടികളുടെ മനസ്സിൽ പോലും ഒരു പക്ഷേ ഉണ്ടാകുന്നത് ഒരു പക്ഷേ എന്താണ് നമ്മൾ ഫാർമസിയിൽ കണ്ടുവരുന്ന മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്ന ചില ആൾക്കാർ മാത്രമാണ് എന്നുള്ള ബോധമാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലായിട്ട് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിൽ ഏറ്റവും അധികം ഡെവലപ്മെന്റ് നടന്നിട്ടുള്ള ഒരു മേഖലയാണ് ഫാർമസി മേഖല എന്ന് പറയുന്നത്. ഡിപ്ലോമ കോഴ്സുകൾ മുതൽ ഡിഗ്രിയും PGയും കഴിഞ്ഞ് ഫാംഡി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നടക്കുകയും ഒരു പക്ഷേ രാജ്യത്തിൻ്റെയും രാജ്യത്തിന് പുറത്തുമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഈവൻ മരുന്നുകൾ എന്താണ് പറയാ പ്രിസ്ക്രൈബ് ചെയ്യാൻ പോലും അധികാരമുള്ള ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുള്ള ഒരു പ്രൊഫഷണൽ മേഖലയാണ് ഫാർമസി എന്ന് പറയുന്നത്. അത് പറഞ്ഞു വന്നത് മരുന്ന് എടുത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ മാനുഫാക്ചറിങ് മരുന്ന് നിർമ്മാണത്തിലാകട്ടെ, അതിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങളിലാകട്ടെ, അതിൻ്റെ എന്താ പറയാ ഡെവലപ്മെന്റിലാകട്ടെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസിലാകട്ടെ, എല്ലാ മേഖലകളിലും ഒരുപാട് ജോലി സാധ്യതകളുള്ള, ഒരുപാട് സേവന സാധ്യതകളുള്ള ഒരു പ്രൊഫഷണൽ മേഖലയാണ് ഫാർമസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാർമസി പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നല്ല കോളേജിൽ നല്ല എക്സ്പീരിയൻസ്, നല്ല പ്രവർത്തന പരിചയം, നല്ല അക്കാദമിക് നോളജോട് കൂടി പഠിച്ചിറങ്ങേണ്ടത്. ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കഴിഞ്ഞ ദിവസം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഞാൻ സൂചിപ്പിച്ച ഒരു പോയിന്റ് മാത്രം ഇവിടെ സൂചിപ്പിച്ച് അത് എനിക്ക് ഇവിടെയും റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ആപ്റ്റ് ആകുക എനിക്ക് തോന്നുന്നു ഈ മാനുഫാക്ചറിംഗ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഫാർമസി മേഖലയിലാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള അച്ഛന്മാരും പ്രിൻസിപ്പൽമാരും ആവർത്തന വിരസത ഉണ്ടാകുമെങ്കിൽ ക്ഷമിക്കുക. പറഞ്ഞു വന്നത് ക്വാളിറ്റി എന്ന വാക്കിനെ കുറിച്ചാണ്. ക്വാളിറ്റി എന്ന വാക്ക് എന്ന് നമുക്കറിയാം അല്ലേ, എന്താ പറയാ ഡിഗ്രി ഓഫ് എക്സലൻസ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ ഏറ്റവും ഗുണമേന്മയുള്ള ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്താ പറയാ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫോർച്ചുനേറ്റ്ലി ഈ മാസം നവംബർ മാസം എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓർഗനൈസേഷൻസും ചില രാജ്യങ്ങളിൽ ഉൾപ്പെടെ ക്വാളിറ്റി മന്തായിട്ട് ആഘോഷിക്കുന്ന ഒരു മാസമാണ് നവംബർ. എനിക്കും ഒരു പുതിയ അറിവായിരുന്നു. അതേപോലെ ക്വാളിറ്റി വീക്ക് ആയിട്ടും ക്വാളിറ്റി ഡേ ഒക്കെ ആയിട്ട് ഈ മാസത്തിന്റെ പല ദിവസങ്ങളും ആഴ്ചകളും അവർ ആചരിച്ചു വരുന്നുണ്ട്. 1960കളിൽ ജപ്പാനീസ് സയന്റിസ്റ്റ് ആണ് ഈ പരിപാടി തുടങ്ങിയതെന്നാണ് ചരിത്രം അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ പറയുന്നത്. ക്വാളിറ്റി നമുക്കറിയാം, ജപ്പാൻകാരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക്സ് മേഖലയിലും മറ്റു മേഖലകളിലും നമ്മൾ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു രാജ്യം നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ടെങ്കിൽ ജപ്പാനീസ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത്രത്തോളം അവർ എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ക്വാളിറ്റി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഒരു പക്ഷെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാവാം, മോശം പെർഫോമൻസ് ഉള്ള സാധനങ്ങൾ ഉണ്ടാകാം, ഇലക്ട്രോണിക്സ് ആകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടതുമാകട്ടെ. അപ്പൊ അതിനെ കമ്പയർ ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഇന്ന കമ്പനിയുടെ കാറ്, ഇന്ന ഉപകരണങ്ങൾ എല്ലാം മറ്റുള്ളതിനേക്കാൾ ക്വാളിറ്റി കൂടിയതാണെന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അല്ലേ, ക്വാളിറ്റി ഗുണമേന്മ. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. നമ്മുടെ ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ മുഖമുദ്രയും ഈ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ഗുണമേന്മയും ഇല്ലാത്ത ഒരു കൂട്ടം ആളുകളെ ഉണ്ടാക്കിയെടുക്കുക, മാനുഫാക്ചർ ചെയ്തെടുക്കുക എന്നുള്ളതല്ല നമ്മുടെ ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത്. നേരത്തെ പോൾ കരടച്ചൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഈറ്റപ്പുലിയൊക്കെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അതിന്റെ വേഗതയിലും അതിന്റെ ശൗര്യത്തിലും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഫോക്കസ് ആണ് അല്ലെ, ഫോക്കസ് ആണ്. അതിനൊരു ഫോക്കസ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ഇന്ന സമയത്ത് ചെയ്യണം, എത്ര സ്പീഡിൽ പോകണം എന്നൊക്കെയുള്ള ഒരു ഫോക്കസ് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ആ ജീവിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതുപോലെ ഞങ്ങളുടെ ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫോക്കസ് എന്ന് പറയുന്നത്, മോട്ടോ എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഞങ്ങൾ മറ്റുള്ള കോളേജുകളിൽ നിന്നും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നടപ്പിലാക്കുന്നത് ഞങ്ങളുടെ ആപ്തവാക്യമായിട്ടുള്ള കെയർ വിത്ത് ലവ് എന്ന ആപ്തവാക്യത്തിലൂടെയാണ്. ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ വന്നാൽ സാധാ കടയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നത് പോലെ മരുന്നുകൾ എടുത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ കാശ് വാങ്ങി വെക്കുന്ന ഒരു ബിസിനസ് മാനോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു യാന്ത്രികവൽക്കരിക്കപ്പെട്ട മനുഷ്യനായി ഒരു പ്രൊഫഷനായിട്ട് മാറുക എന്നുള്ളതല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം. അതിലുപരി നമ്മുടെ മുന്നിൽ വരുന്ന പേഷ്യന്റ് ആവട്ടെ, ബൈസ്റ്റാൻഡർ ആകട്ടെ, ആരെങ്കിലും ആകട്ടെ, അവരുടെ വേദനകളെയും അവരുടെ കൂടെയുള്ളവരുടെ വേദനകളെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്
ഇതൊരു ജോലി മാത്രമല്ല, അതിലുപരി ഒരു വൊക്കേഷൻ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു സേവനമാണ് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് സേവന രംഗത്തിറങ്ങുന്ന, ആതുര രംഗത്തിറങ്ങുന്ന എല്ലാവർക്കും ബേസിക് ആയിട്ട് വേണ്ട ഒരു ഐഡിയ ആണ് അത് നിലനിർത്താൻ ആവശ്യമായ, അത് പഠിപ്പിക്കാൻ ആവശ്യമായ, അത് ജോലി സമയത്താകട്ടെ, മറ്റുള്ള വ്യക്തിപരമായ ജീവിതത്തിലാവട്ടെ, നമ്മുടെ ജീവിതകാലത്തിൽ മുഴുവനുമാകട്ടെ, അത്തരം മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു സേവന സന്നദ്ധമായ മനോഭാവമുള്ള ഒരു പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ലിസി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം. അപ്പോൾ അതിന് ഇവിടുത്തെ മാനേജ്മെന്റോ അധ്യാപകരോ മാത്രം ശ്രമിച്ചാൽ പോരാ. ഈ വരുന്ന കുട്ടികൾ, അതുപോലെ അവരുടെ മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ എല്ലാവരും ഒരു കൂട്ടായി നിന്നാൽ മാത്രമേ നാളെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന് വേണ്ടുള്ള നന്മ ചെയ്യുന്ന ഒരു സമൂഹത്തിന്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പറ്റൂ, മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റൂ എന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ആ ഒരു കൂട്ടമായ പരിശ്രമത്തിലൂടെ നല്ല നാളെ ഉണ്ടാകട്ടെ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും, ആ വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും നല്ല നാളുകൾ ഉണ്ടാകട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. Thank you, sir. Next, I would like to request Dr. Ginu Isaac, Professor, Lisi College of Pharmacy, to felicitate the gathering. Good morning, everyone. Reverend Father Paul Kareran, our director, Father Shanu Munyeli, Father Joseph Makodakat, our assistant directors, and Professor Dr. John Joseph, our principal, Anita Madam, and all faculty members and students, newly joined students, and their parents. A warm welcome to our family, Lisi Medical and Education Institutions. ഇന്നത്തെ ഈ അക്കാഡമിക് ഇനാഗുറേഷൻ മീറ്റിംഗ് നമ്മളിവിടെ വളരെ ഭംഗിയായി ഓൺലൈൻ മുഖേന നടത്തുകയാണ്. അപ്പോൾ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ആശംസകൾ അറിയിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിലും ഒന്ന് രണ്ട് അഡീഷണൽ പോയിന്റ്സ് കൂടി ആശംസകളോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ ഈ മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ ഈ ഓൺലൈൻ മോഡിൽ അറേഞ്ച് ചെയ്യാനുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഒരു മരുന്നിന്റെ ലഭ്യത ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു മരുന്നിന്റെ ലഭ്യത നിങ്ങൾക്കറിയാം, COVID-19 വാക്സിനോ അല്ലെങ്കിൽ മറ്റു മരുന്നുകളോ ഒന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു മരുന്ന് പുറത്തു വന്ന് ഒരു മാസത്തിനുള്ളിൽ ശേഷമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റൂ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവരിലും സംജാതമായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികൾ, ഇപ്പോൾ വന്നിരിക്കുന്ന കുട്ടികൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രൊഫഷൻ തീർച്ചയായിട്ടും മരുന്നുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇനി പറയുന്നത്, നമ്മളുടെ കുട്ടികൾ എല്ലാവരും നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ല എഡ്യൂക്കേഷൻ, നല്ല സ്കൂളുകളിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇത് പഠിച്ച് അവരുടെ മെറിറ്റിന്റെ ബേസിസിൽ അവർ ബിഫാമിന്റെ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും ടീം പരീക്ഷയൊക്കെ എഴുതി അതിൽ ലഭിച്ച മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് പ്യുവർലി ബേസ്ഡ് ഓൺ ദെയർ മെറിറ്റ്, കുട്ടികളുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് ഈ അഡ്മിഷൻ നിങ്ങൾക്ക് സാധൂകരിച്ച് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫഷനിലേക്ക് കടന്നു വന്നവരൊക്കെ ഇതിനോടൊരു പാഷൻ ഉള്ളവരായിരിക്കും തീർച്ചയായിട്ടും. ആ പാഷൻ നിലനിർത്തിക്കൊണ്ട് ലിസി ഫാർമസി കോളേജിലേക്ക് കാലുവെക്കുന്ന ആദ്യത്തെ ദിവസമാണ്. ഇനി ബിഫാം കോഴ്സിന് ചേർന്നവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ 2020 തുടങ്ങി 2024 ഒക്ടോബർ മാസം വരെ ഈ പാഷൻ, ഈ ഫാർമസി പഠനത്തോടുള്ള ഈ ആവേശം അത് നിലനിർത്തിക്കൊണ്ട് പോകണം. അതുപോലെ തന്നെ ഡിഫാമിന് ചേർന്നിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 2022 വരെ ഈ ആവേശം നിലനിർത്തിക്കൊണ്ട്, ഈ താല്പര്യം നിലനിർത്തിക്കൊണ്ട് ഓരോ കാര്യത്തിലും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന, നിങ്ങൾ അറിയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് അതിനെ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നല്ല ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ രാജ്യത്ത്
നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ രാജ്യം ഇനി അടുത്ത 10-15 വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കാൻ പോകുന്ന മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ. ഇപ്പോഴത്തെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, അമേരിക്കയിൽ വിൽക്കുന്ന 4 ജനറിക് മരുന്നുകളിൽ ഒരു മരുന്ന് ഇന്ത്യൻ നിർമ്മിതമാണ്, ഇന്ത്യൻ കമ്പനികളിൽ നിർമ്മിച്ചതാണ്. ഇന്ത്യൻ കമ്പനികളിൽ ഇത്രയും അങ്ങനെയുള്ള മരുന്നുകൾ നിർമ്മിക്കാനുള്ള ഒരു പോസിബിലിറ്റി എന്തുകൊണ്ട് യൂറോപ്യൻസും വിദേശത്തുള്ളവരും നമ്മളുടെ ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് നിർമ്മിച്ച് വാങ്ങിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ക്വാളിറ്റി വിത്ത് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ് എന്നാണ്. ക്വാളിറ്റി വിത്ത് ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അപ്പൊ അതാണ് അതിന് കാരണം. നമ്മളുടെ നാട്ടിലെ നമ്മളുടെ കമ്പനികൾക്ക്, വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിസിൻസ് എല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ സൊസൈറ്റിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ തിരിച്ച് ലിസി ഫാർമസി കോളേജിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ലിസി ഫാർമസി കോളേജിനെ സംബന്ധിച്ചും കഴിഞ്ഞ 44 വർഷമായി നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലിസി ഫാർമസി കോളേജിൽ വന്നു ചേർന്നിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ക്വാളിറ്റി ഉറപ്പുള്ള ഫാർമസി വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നല്ല പ്രൊഫഷണൽ ഫാർമസിസ്റ്റിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരും പ്രിൻസിപ്പലും ഒക്കെ പറഞ്ഞു, നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, കൂടാതെ നമുക്ക് നല്ല ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ടീച്ചേഴ്സ് എല്ലാവരും വളരെ നല്ല ക്വാളിഫൈഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മുടെ അക്കാഡമിക് കാര്യങ്ങളിൽ മുഖ്യമായും നയിക്കുന്നത് പ്രൊഫസർ ഡോക്ടർ ജോൺ ജോസഫ് ആണ്. സാറിന് ഏകദേശം ഒരു 33-34 വർഷത്തെ അധ്യാപന പരിചയം ഈ മേഖലയിലുണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ്, നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് ഒത്തിരി കോളേജുകൾ കാണാം. പക്ഷേ നമ്മളെ പോലെയുള്ള ലിസി ഫാർമസി കോളേജ് പോലെയുള്ള ധാരാളം ഫാർമസി കോളേജുകളുണ്ട്. എങ്കിലും ലിസി ഫാർമസി കോളേജിന് ലിസി ഹോസ്പിറ്റലുമായി വളരെ അടുത്ത് നിൽക്കുന്ന അനുബന്ധ സ്ഥാപനമായതിനാൽ തന്നെ ലിസി ഹോസ്പിറ്റൽ ഫാർമസി, ലിസി ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽസ്, ലിസി ഹോസ്പിറ്റൽ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്കൊന്നും അറിയില്ല, എങ്കിൽ ഞാൻ 1-2 വാക്ക് പറയാം. നമ്മൾ മോർഫിൻ, പെപ്റ്റിഡിൻ, ഫെന്റാനിൽ വേദനാ സംഹാരികൾ, നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഡ്രഗ്സ് എന്നാണ് പറയുന്നത്. ഇത് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റിനും അതുപോലെ മറ്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്ഥാപനങ്ങളിലേക്കും വേദനാ സംഹാരികളായ നാർക്കോട്ടിക് മരുന്നുകൾ 1970 മുതൽ ലാഭേച്ഛ കൂടാതെ നമ്മളുടെ ലിസി സ്ഥാപനം ചെയ്തു വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫാർമസി കോളേജിൽ ഈ മാനുഫാക്ചറിങ് യൂണിറ്റുമായിട്ടും ഒത്തിരി ലിങ്ക്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫാർമസി കോളേജ് ഹോസ്പിറ്റൽ ഫാർമസി ആയിട്ട് ലിങ്ക്ഡ് ആണ്. ഇത് കൂടാതെ ലിസി ഫാർമസി കോളേജ് പല വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടുള്ള ചർച്ചയിലാണ്. അവരുമായിട്ടുള്ള കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും മറ്റും പുരോഗമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കുട്ടികൾ 4ാം വർഷം എത്തിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ ഡിഫാമിന്റെ 2ാം വർഷമൊക്കെ എത്തിച്ചേരുമ്പോഴത്തേക്കും ഇതിനുള്ള എല്ലാ സംവിധാനവും റെഡി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസിനെ ഒക്കെ സന്തോഷിക്കാനും വളരെ ആശ്വസിക്കാനും ഒത്തിരി വകുപ്പുള്ള ഒരു സ്ഥലത്താണ് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. പിന്നെ ഒരു വാക്കുകൂടി പറഞ്ഞോട്ടെ. നമ്മൾ അച്ഛൻ്റെ സംസാരത്തിൽ പറഞ്ഞു നമ്മൾ ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കണം. നമ്മൾ ലിസി ഫാർമസി കോളേജിൽ നിങ്ങൾ ഈ ലോക്ക്ഡൌണിന്റെ സിറ്റുവേഷനൊക്കെ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ ലിസി ഫാർമസി കോളേജിലെ പേരൻസും കുട്ടികളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റു കോളേജിൽ ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുന്നത്, ഇവിടുത്തെ ഭിത്തിയിലും ക്ലാസ് റൂമിലെ ചെയറിലും ഒന്നും ഒരു പെൻസിൽ ഡ്രോയിങ് പോലും നമുക്ക് ആർക്കും കാണാൻ സാധിക്കില്ല. അതിന് കാരണം നമ്മളുടെ കുട്ടികൾ ഇവിടുത്തെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നതിന്റെ കാരണമാണ്. അപ്പാടെ കുട്ടികൾ നമ്മളുടെ ഡിസിപ്ലിൻ എല്ലാം കൃത്യമായി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്.
അതുപോലെ തന്നെ നമ്മൾ ഡിസിപ്ലിൻ ഉള്ളതോടൊപ്പം തന്നെ കെയർ വിത്ത് ലവ് എന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ആപ്തവാക്യം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസത്തെയും ക്ലാസ്സുകളും ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇനിയുള്ള തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഇന്ന് 5-ാം തീയതി, നാളെ 6-ാം തീയതി, ശേഷം അടുത്ത ആഴ്ച ആദ്യത്തെ 3 ദിവസം വരെ നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ നിങ്ങളെ അറിയിക്കും. അപ്പൊ എല്ലാവർക്കും 1000 ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നന്ദിയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, sir. As we come to the close of our inaugural function, I invite Mrs. Anita Abraham, Senior Lecturer, Lissy College of Pharmacy, to propose the vote of thanks. Good morning, all. Respected Very Reverend Father Dr. Paul Peredin, Director, Lissy Medical and Educational Institutions, Assistant Directors, Reverend Father Jerry Fornalier, Reverend Father Shanu Munjeli, Reverend Father Joseph Makodakat, Professor Dr. John Joseph, Principal, Lissy College of Pharmacy, Dr. Shabir Iqbal, Principal, Lissy College of Allied Health Sciences, Dr. Gino Isaac, Professor, Lissy College of Pharmacy, Dr. Usha Marath, Principal, Lissy College of Nursing, faculties, parents, and my dear students. Today, I consider it as a privilege to propose vote of thanks on behalf of Lissy College of Pharmacy. I would like to extend my profound gratitude to our director, Very Reverend Father Dr. Paul Peredin, for taking his time out and consenting to inaugurate this function. Thank you, Father, for your thought-provoking words and gracing the occasion with your presence in spite of your busy schedule. We have been fortunate enough to be backed by our beloved principal, Professor Dr. John Joseph, who have been a constant support. Your words have inspired students. Thank you, sir. I would like to express my thanks to Reverend Father Shanu Munjeli, Assistant Director, Lissy Medical and Educational Institution, for all the support given to educational institutions. Thank you, Father, for your presence and inspiring words. I would like to thank Reverend Father Joseph Makodakat, who is always behind the infrastructural development of the college. Thank you, Father, for your kind words. Even in the absence of Reverend Father Jerry Fornalier, I propose my thanks for being involved in all our activities. I thank Professor Dr. Shabir Iqbal, Principal, Lissy College of Allied Health Sciences, for your words of wisdom. My special thanks to Professor Dr. Gino Isaac for your valuable words of knowledge. My sincere thanks to Mr. Bobby Paul, Assistant Manager, IT Department and Communication Department of Lissy Medical and Educational Institutions, for the technical support provided by them. Now I thank all the parents for your presence this morning. We always need your cooperation for bringing our students to a higher level. And I extend my sincere thanks to the teachers and non-teaching staff for their enormous cooperation in everything. Last but not least, I thank all my dear students for showing interest in this profession, and I assure you, your choice is the best in all means. Thank you all once again. Stay safe, stay blessed. Thank you, madam. Thank you all for your participation, and I wish all the students a wonderful academic year ahead. Thank you. ഹലോ, കുട്ടികളുടെ ഇന്നത്തെ ഇനാഗുറേഷൻ ഫംഗ്ഷൻ മാഡം പറഞ്ഞ പോലെ കഴിഞ്ഞു. ഇനി നാളെ മുതലുള്ള ഓറിയന്റേഷൻ സെഷൻ രാവിലെ 10 മണിക്കാണ് നാളെ മുതൽ ആരംഭിക്കുക. അതിന്റെ ഷെഡ്യൂളും അതിന്റെ ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിലേക്ക് ടെലിഫോൺ മുഖാന്തരം ബന്ധപ്പെടാം. ഓഫീസ് സമയം രാവിലെ 8:45 മുതൽ വൈകുന്നേരം 4:45 വരെ ഓഫീസ് വർക്കിംഗ് ആണ്. പിന്നെ കോമൺ ആയിട്ടൊക്കെ ഉള്ള ചോദിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ മുതൽ നടത്തുന്ന ഇന്ററാക്റ്റീവ് സെഷനിൽ കുട്ടികൾക്ക് ചോദിക്കാവുന്നതാണ്.
ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റ് അതുപോലെ നിങ്ങളുടെ സിലബസ് അതിനെക്കുറിച്ചുള്ള ഓറിയന്റേഷൻ നടത്തുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ് അടുത്ത വ്യാഴാഴ്ച മുതൽ നിങ്ങളുടെ സബ്ജക്ട് സ്പെസിഫിക് ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ്. സോ താങ്ക് യു എവരി വൺ. താങ്ക് യു വെരി മച്ച്. യു ക്യാൻ ലീവ് ദ മീറ്റിംഗ്.